സ്റ്റാർട്ട് ചെയ്യും. ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോൺസ് ബിരിയാണിയാണ്. നമുക്കൊരു പെട്ടെന്നൊരു പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി പ്രോൺസ് ഞാൻ മേടിച്ച് അല്പം ഗാർലിക്കും മിൻ്റലയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സവോള ആവശ്യം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി ഗാർലിക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ക്യാപ്സിക്കം, അതുപോലെ നമുക്ക് ടൊമാറ്റോ, അതുപോലെ നമുക്ക് മറ്റ് വേണ്ട വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ കാഷ്നട്ട് ഫ്രൈ ചെയ്തത്, അതുപോലെ റൈസ് കുതിരാൻ വേണ്ടി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 1.5 കിലോ റൈസിന് നമ്മൾ ഒരു 1/2 കിലോ പ്രോൺസാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് പ്രോൺസ് നമ്മൾ ഇഷ്ടംപോലെ ഉപയോഗിക്കാം. ഇത് കുറച്ച് ഉപയോഗിച്ചാലും മതി. അപ്പോൾ ഞാൻ 1/2 കിലോയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് വേണ്ട ഇൻഗ്രീഡിയൻസ്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ വേണ്ടത് തന്നെ മസാല, പ്രോൺസിന് മസാല ഇടണം. മസാല ഇടാൻ വേണ്ടി നമ്മൾ സവോളയും ഇഞ്ചിയും ഗാർലിക്കും എല്ലാം വരട്ടി നമ്മൾ ബിരിയാണി മസാലയും അതുപോലെ അല്പം എരിവ് വേണമെങ്കിൽ മുളക് പൊടി അതെല്ലാം ചേർത്തൊന്ന് നമുക്ക് മസാല ഇടണം ബിരിയാണിക്ക്, പ്രോൺസിന്. അപ്പം ബിരിയാണിക്ക് മസാല ഇട്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള മസാല എടുത്തിരിക്കുന്നതാണ്. അല്പം ഗ്രാമ്പൂ, അതുപോലെ തന്നെ പെരുംജീരകം, അതുപോലെ തന്നെ കറുവാപ്പട്ട, അതുപോലെ ബേ ലീവ്സ്, അങ്ങനെ കുറച്ച് സബോള എല്ലാം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റൈസിന് വേണ്ട മസാലയാണ് നമ്മൾ എടുത്ത് വച്ചിരിക്കുന്നത്. കുറച്ച് ഒനിയനും കൂടെ ഇട്ട് ചൂടാക്കും. അതുപോലെ തന്നെ ഞാൻ കാഷ്നട്ട് സെപ്പറേറ്റ് ഞാൻ ഫ്രൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് കാഷ്നട്ടും ഈ കൂടെ ഇട്ടിട്ടാണ് റൈസ് ഉണ്ടാക്കുന്നത് ഒരുമിച്ച്. കാരണം ഇത് പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ടാണ്. ഇത് നമുക്ക് കാഷ്നട്ടും അങ്ങനെയൊക്കെ നമുക്ക് സെപ്പറേറ്റ് നെയ്ക്കാതെ വറുത്തെടുത്തിട്ട് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ സമയമെടുക്കും. അപ്പോൾ ഞാനിപ്പം പെട്ടെന്നൊരു ഡിഷ് എന്ന രീതിക്ക് ഈ റെസിപ്പിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ മെത്തേഡാണ്. താങ്ക് യു. അപ്പോൾ നമ്മുടെ പ്രോൺസിൻ്റെ മസാലയ്ക്ക് വേണ്ടിയാണ് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ ഞാൻ പറഞ്ഞത് സബോള ഇട്ട് വരട്ടി, അതുപോലെ തന്നെ മസാലകൾ ചേർത്തിട്ടുണ്ട്. അല്പം മുളക് പൊടി, അതുപോലെ തന്നെ അല്പം മഞ്ഞൾപ്പൊടി, അങ്ങനെയുള്ള അല്പം മസാലകൾ ചേർത്തിട്ടുണ്ട്. പിന്നെ ബിരിയാണി മസാല, ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ക്യാപ്സിക്കവും ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് വരച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും ടൊമാറ്റോയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് ഒരു സ്വല്പം വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അധികം വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. കാരണം പ്രോൺസിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വെള്ളം കിട്ടും. വെള്ളം ഒത്തിരി വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കണ്ടമാനം ഗ്രേവി ആയിപ്പോകും. അപ്പോൾ നമുക്കൊരു പൊടിക്ക് വെള്ളം ചേർത്തിട്ട് നമുക്ക് പ്രോൺസും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് നമ്മൾ മാറിനേറ്റ് ചെയ്തിരിക്കുന്ന പ്രോൺസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് മാറിനേറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ മിൻ്റല, അല്പം ഗാർലിക്ക് എല്ലാം ഇട്ട് മാറിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന പ്രോൺസാണ്. ഇത് നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ അല്പം മസാലയും കൂടെ ഇട്ട് മാറിനേറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ മസാല ഇട്ടില്ല, ഞാനിപ്പോൾ ഈ രീതിക്കാണ് ചെയ്യുന്നത്. നമ്മുടെ മസാലയിലേക്ക് നമുക്ക് പ്രോൺസ് ആഡ് ചെയ്യാവുന്നതാണ്. പ്രോൺസ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് പ്രോൺസ് ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്കൊരു 15-20 മിനിറ്റ് ഒന്ന് വേവേണ്ടതുണ്ട്. അപ്പം വെള്ളമെല്ലാം പറ്റി നല്ല ഗ്രേവിയോട് കൂടി നല്ല സെറ്റാകും. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാന് അടുപ്പാൻ ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പാനൊന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു 2 ടീസ്പൂൺ നെയ്യ്, നല്ല ഫ്രഷ് നെയ്യാണ് കേട്ടോ. നമുക്ക് നല്ല നാടൻ ഫ്രഷ് നെയ്യാണ്. അത് 2 സ്പൂൺ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നല്ല ഒരു ടേസ്റ്റ് കിട്ടിക്കോളും നെയ്യ് ഒഴിക്കുമ്പോൾ. നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഒനിയൻ
അല്പം ഇട്ട് കൊടുക്കാം. ഒനിയൻ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആകും. അപ്പോൾ നമ്മുടെ സവോള നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാവുന്നതാണ്. മസാല ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വെള്ളം വാർന്നു പോകാൻ വേണ്ടി വെച്ചിരുന്ന റൈസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ സമയം നമുക്ക് അല്പം വാനില എസൻസ് നമ്മുടെ റൈസിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 2 തുള്ളി. അതുപോലെ തന്നെ അല്പം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. സ്വല്പം ഉപ്പ്. അപ്പം റൈസിനൊക്കെ പാകത്തിന് ഉപ്പ് കിട്ടും. അപ്പോൾ നമ്മുടെ റൈസിലേക്ക് വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. വെള്ളം ഞാൻ ഈ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചത്. അപ്പോൾ നമുക്ക് 1 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം തന്നെ മതിയാവും. കാരണം തിളച്ച വെള്ളം ഒഴിച്ചുകൊണ്ട് അത്രയും നമുക്ക് മതിയാവും, പെട്ടെന്നായിക്കോളും. അപ്പോൾ നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം. കുതിർത്ത് വെച്ച് അരിയാണ്, അതുകൊണ്ടാണ് ഞാൻ വെള്ളം ആ രീതിക്ക് ഉപയോഗിച്ചത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ 1/4 മണിക്കൂറൊന്ന് കുതിർത്ത് വെക്കണം അരി. ഹലോ, അപ്പോൾ നമ്മുടെ പ്രോൺസ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്യാഷ്നട്ട് മുകളിലിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ക്യാഷ്നട്ട്, നെയ്ക്കകത്ത് വറുത്ത ക്യാഷ്നട്ടാണ് ഇട്ട് നമ്മൾ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒനിയൻ ഫ്രൈ ചെയ്തിടാം. അതുപോലെ തന്നെ മല്ലിയില ഇടാം. ചിലർക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ല. ഞാൻ മല്ലിയില ഇട്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന രീതി ആയതുകൊണ്ട് അതിനൊന്നും പോയില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ റൈത്ത റെഡിയാക്കി വെച്ചിട്ടുണ്ട്. റൈത്ത ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ ഒനിയൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉപ്പും അല്പം കുരുമുളക് പൊടിയും, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് സവോളയും ശകലം ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞിടാവുന്നതാണ് റൈത്ത ഉണ്ടാക്കാൻ വേണ്ടി. യോഗട്ടും ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് റൈത്ത. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, നാരങ്ങാച്ചാർ. നമ്മളിവിടെ ഹോം മെയ്ഡ് നാരങ്ങാച്ചാറാണ്. നമ്മുടെ പ്രോൺസ് ബിരിയാണിയുടെ സൈഡ് ആയിട്ട് നമുക്ക് നാരങ്ങാച്ചാറും ഉപയോഗിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്, കഴിച്ച് നോക്കാം ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ. ഇനി നമുക്ക് അരിഞ്ഞ് ഒരു പ്ലേറ്റിലേക്ക് എടുക്കാവുന്നതാണ്. നല്ല ചൂട് പ്രോൺസ് ബിരിയാണി. അതുപോലെ തന്നെ അല്പം റൈത്ത, നല്ല ഹോം മെയ്ഡ് നാരങ്ങാച്ചാർ. കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടാക്കിയ നാരങ്ങാച്ചാറാണ്. അതിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഹലോ, അപ്പോൾ നമ്മുടെ പ്രോൺസ് ബിരിയാണി കഴിച്ച് നോക്കാം. അല്പം റൈത്ത, അല്പം പ്രോൺസ് ബിരിയാണി, അല്പം അച്ചാർ ഇവിടെ കൂട്ടി കഴിക്കാം. സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ബൈ.